വെൽക്കം ബാക്ക് ടു പ്രൈം ഡയറക്ഷൻ. നമ്പർ സീരീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഓൾറെഡി നമ്മൾ ഡിഫറൻസ് ബേസ്ഡ് ആയിട്ടുള്ള സംസിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യുക എന്നുള്ളത് നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് ടൈപ്പ് ആയിട്ടുള്ള ഡിഫറൻസ് ഓഫ് ഡിഫറൻസ് ബേസ്ഡ് സംസ് ആണ്. എങ്ങനെ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ 15, 21 അങ്ങനെ പോവും അല്ലേ, 143 വരെ പോവും. സോ ആദ്യത്തെ കേസ് ഏത് നമ്പർ കിട്ടിയാലും നമ്മൾ ആദ്യം ചെയ്യുന്നത് ഡിഫറൻസ് എടുത്ത് നോക്കുക എന്നുള്ളതാണ്. സോ ഇവിടെയും നമ്മൾ ഡിഫറൻസ് എടുത്ത് നോക്കും. ഇവിടെ ഡിഫറൻസ് എത്രയാണ്? 6. ഇവിടെ ഡിഫറൻസ് എത്രയാണ്? 18. ഇവിടെ ഡിഫറൻസ് എത്രയാണ്? 40ഉം 27 ഒന്നും 20 അല്ലേ. ഇവിടെ 40 ആണെങ്കിൽ അങ്ങോട്ട് 37, 37 ഒന്നും 38 എന്ന് കിട്ടും അല്ലേ. ഇവിടെയോ എത്ര വരും? 23ഉം 43ഉം ഓൾമോസ്റ്റ് 66 അല്ലേ, 66 അല്ലെങ്കിൽ 13 പോയാൽ 6, 13 പോയാൽ 6, 66. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഒരു ഡെഫിനറ്റ് ആയിട്ടൊരു പാറ്റേൺ കിട്ടുന്നില്ല. കഴിഞ്ഞ പ്രോബ്ലംസിന് നമ്മൾ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു പാറ്റേൺ കിട്ടുമായിരുന്നു അല്ലേ. സോ ഇവിടെ ഒരു പാറ്റേൺ ഇല്ല. സോ അത് നമ്മളെങ്ങനെ കണ്ടുപിടിക്കും? ഡിഫറൻസ് ഓഫ് ഡിഫറൻസ്. ഈ ഡിഫറൻസിൻ്റെ ഡിഫറൻസ് ഒന്നുകൂടെ നമ്മൾ എടുത്ത് നോക്കുക. എടുത്ത് നോക്കുമ്പോഴോ ഇവിടെ എത്രയാണ് ഡിഫറൻസ്? 12. ഇവിടെ എത്രയാണ് ഡിഫറൻസ്? 20. ഇവിടെ എത്രയാണ് ഡിഫറൻസ്? എത്ര വരും? 26, 2ഉം 28 എന്ന് കിട്ടും അല്ലേ. സോ ഇവിടെ എനിക്ക് പറയാൻ പറ്റും 12, 20 ആവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 കൂടുന്നു. 20, 28 ആവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? 8 കൂടുന്നു. സോ 8ൻ്റെ ഡിഫറൻസ് ആണ്. സോ അടുത്തത് ഇവിടേക്ക് എന്തായിരിക്കും? 28 + 8 36 അല്ലേ. 36 ആണ് കൂടുന്നത്. 36 ആരെ കൂടെ കൂട്ടണം? 66ൻ്റെ കൂടെ കൂട്ടണം. അപ്പോൾ ഈ 66 എന്തായിട്ട് മാറും? 102 അല്ലേ. 66 + 6 72, 72 30 102. ഈ 102 ആണ് 143ൻ്റെ കൂടെ പോയിട്ട് ഇവിടെയുള്ള നമ്പർ ഫോം ചെയ്യുന്നത് അല്ലേ. സോ 143 + 102, 3 2 5, 4 0 4, 1 1 2. സോ ആൻസർ എത്ര കിട്ടും? ഓപ്ഷൻ നമ്പർ ഡി 245 എന്ന് കിട്ടും. ഒന്നുമില്ല, നേരത്തെ ഒരു ഡിഫറൻസ് ആയിരുന്നു. ഇപ്പം നമ്മൾ 2 ഡിഫറൻസ് എടുത്ത് നോക്കണം. 2 ഡിഫറൻസ് കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ അത് മൂന്നാമത്തെ ഡിഫറൻസിലായിരിക്കും നമുക്ക് കിട്ടുക അല്ലേ. ഇവിടെ നോക്ക്, ഇവിടെ നമുക്ക് 8 8 8 ഈ രീതിയിലാണ് ഫോം ചെയ്ത് പോകുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 2, 3 5 11 29 (245). എങ്ങനെ ചെയ്യാം പറ അല്ലേ. ഡിഫറൻസ് എടുത്ത് നോക്കാം നമുക്ക്. ഇവിടെ എത്ര വരും? ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ 2. ഇവിടെ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ 6. ഇവിടെ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ 9 1 പോയാൽ 8, 2 1 പോയാൽ 1 18. ഇവിടേക്ക് അറിയില്ല, ഇവിടേക്ക് അറിയില്ല. സോ നമുക്ക് കണ്ടുപിടിക്കണം. 2 എങ്ങനെ 6 ആവും? 2 എങ്ങനെ 6 ആവും? × 3. 6 എങ്ങനെ 18 ആവും? × 3. അപ്പോൾ അടുത്തത് എന്തായിരിക്കും? × 3. 18 × 3 എന്ന് പറയുമ്പം 54 ആയിരിക്കണം ഇവിടെ വരേണ്ടത് ആണോ? 54 ആണെങ്കിൽ 29 + 54 ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 3 ബാക്കി 1, 6 2 8, 83 എന്ന് എനിക്ക് ഇവിടെ വരണം അല്ല. 83 ആണെങ്കിൽ അടുത്ത സംഖ്യ എന്തായിരിക്കും? 54 × 3. ചെക്ക് ചെയ്യാം നമുക്ക് 83 തന്നെയാണോ എന്ന്. എങ്ങനെ ചെക്ക് ചെയ്യാം? 54 കഴിഞ്ഞാൽ × 3 ചെയ്യുമ്പോൾ ഇവിടെ എത്ര വരണം? 162. 50 × 3 150ഉം 4 × 3 12ഉം. സോ 162 കൂടണം. 83 + 162 245 ആണോ ചെക്ക് ചെയ്താൽ പോരെ. 5 16ഉം 8ഉം 24. സോ എനിക്ക് പറയാൻ പറ്റും 245 തന്നെയാണ്. സോ എൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എത്ര കിട്ടും? ഓപ്ഷൻ എ 83 എന്ന് എനിക്ക് കിട്ടും. ക്വസ്റ്റ്യൻ നമ്പർ 3 അടുത്ത് നോക്കാം. 19 26 40 68 124. എന്ത് ചെയ്യാം? ഡിഫറൻസ് എടുത്ത് നോക്കാം. ആദ്യത്തെ ഡിഫറൻസ് എടുക്കുമ്പോൾ ഇവിടെ എത്ര വരും? 7 വരും. ഇവിടേക്ക് നോക്കുമ്പം 14 വരും. ഇവിടേക്ക് നോക്കുമ്പം 28 വരും. ഇവിടേക്ക് നോക്കുമ്പോൾ എത്ര വരും? 32ഉം 24ഉം 56 വരും അല്ലേ. 56 വന്നു. സോ നമുക്ക് ഇവിടെ തന്നെ പറയാൻ പറ്റും. ഈ ഡിഫറൻസ് ഓഫ് ഡിഫറൻസ് എടുക്കേണ്ട കാര്യമില്ല. ഇവിടെ തന്നെ പറയാൻ പറ്റും. 7 എങ്ങനെ 14 ആവും? × 2. 14 എങ്ങനെ 28 ആവും? × 2. 28 എങ്ങനെ 56 ആവും? × 2. അപ്പോൾ അടുത്തത് എന്തായിരിക്കും? 56ൻ്റെ ഡബിൾ എത്ര വരും? 112 അല്ലേ. 112 ആഡ് ചെയ്താൽ പോരെ. 100 + 100 200, 24 + 32 36. സോ ആൻസർ ഷുഡ് ബി 236, ഓപ്ഷൻ സി. നെക്സ്റ്റ് വൺ 13 20 39 78 145. എന്ത് ചെയ്യാം? ഡിഫറൻസ് എടുക്കാം. ഇവിടെ എത്ര ഡിഫറൻസ്? 7. ഇവിടേക്ക് ഡിഫറൻസ് 19. ഇവിടേക്ക് ഡിഫറൻസ് 39. ഇവിടേക്ക് ഡിഫറൻസ് 22 45 67 അല്ലേ. 67. സോ എന്തെങ്കിലും പാറ്റേൺ കിട്ടുന്നുണ്ടോ? ഡിഫറൻസ് ഓഫ് ഡിഫറൻസ് എടുത്ത് നോക്കാം.
12 20 1 27 28 28. സോ ഇവിടെ നമുക്ക് കിട്ടുമല്ലോ. ഇവിടെ എത്ര ആഡ് ചെയ്യും? 8 ആഡ് ചെയ്യുന്നു, 8 ആഡ് ചെയ്യുന്നു. സോ അടുത്ത എന്തായാലും എന്താ വരണം? 28 + 8 36 വരണം. 36 6 കൂടെ കൂട്ടണം, 67 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര വരും? 3 103. സോ 145 കൂടെ ഇവിടെ കൂടേണ്ട എത്രയാണ്? 103 ആണ്. സോ ഇറ്റ് ഷുഡ് ബി 248 എന്ന് കിട്ടും. സോ ഓപ്ഷൻ നമ്പർ എന്ത് വരും? ഡി കിട്ടും അല്ലേ? നേരെ ഡിഫറൻസ് എടുക്കുന്നു, ഡിഫറൻസ് ഓഫ് ഡിഫറൻസ് എടുത്തപ്പോൾ പാറ്റേൺ കിട്ടുന്നു. പാറ്റേൺ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന നമ്പർ ആദ്യം ഈ ഡിഫറൻസിൻ്റെ കൂടെ ആഡ് ചെയ്യണം. ആ നമ്പറാണ് 145ൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് ആൻസറിലേക്ക് എത്തുന്നത്. ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ 12 35 81 173 357. എങ്ങനെ വരും? ഡിഫറൻസ് നോക്കാം നമുക്ക്. 5 2 പോയാൽ 3, 3 1 പോയാൽ 2, 23 ഇവിടുത്തെ ഡിഫറൻസ്. 1 പോകത്തില്ല, 11 5 പോയാൽ 6, 7 3 പോയാൽ 4, 46. സോ 23 46. അടുത്തത് 3 1 പോയാൽ 2, 7 പോകത്തില്ല, 17 8 പോയാൽ 9 92. സോ ഇവിടെ നിന്ന് നമുക്ക് പറയാമല്ലോ 23 46 92 ഇതിൻ്റെ ഡബിളാണ്, ഇതിൻ്റെ ഡബിളാണ്. സോ ഇതെന്തായിരിക്കും? 184 അല്ലേ? 4 9ൻ്റെ ഡബിൾ 18 184 ആയിരിക്കണം ഇവിടെയുള്ള ഡിഫറൻസ്. 3 4 ആഡ് ചെയ്താൽ 7, 3 4 7, 7 8 15 5 ബാക്കി 1 2 1 3 357 തന്നെ കിട്ടും. സോ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 184ൻ്റെ ഡബിൾ എത്രയാണ്? 8, 18ൻ്റെ ഡബിൾ 36 368, 357ൻ്റെ കൂടെ എന്താവണം? ആഡ് ചെയ്തിട്ട് പോകണം. 7 8 15 5 ബാക്കി 1, 6 6 12 5 17 7 ബാക്കി 1, 6 6 1 7 12 2 അല്ലേ? 725 എന്ന് കിട്ടും. സോ ഓപ്ഷൻ എ 725 എന്ന് എനിക്ക് കിട്ടും, ആൻസർ വരും. സോ ഇതാണ് ഡിഫറൻസ് ഓഫ് ഡിഫറൻസ് ബേസ്ഡ് ആയിട്ടുള്ള സമ്മ്. സോ നമ്മൾ എല്ലാ തരത്തിലുള്ള എല്ലാ ടൈപ്സ് പ്രോബ്ലംസ് സോൾവ് ചെയ്തതിന് ശേഷം നമുക്ക് പ്രാക്ടീസ് സെഷനായിട്ട് ഒരു 100 നമ്പർ സീരീസിൻ്റെ വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യാം. ടിൽ ദെൻ ബൈ ബൈ.